ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ തെളിവുകളിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്ന അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിലെയും തെളിവെടുപ്പ് വൈകാതെ പൂർത്തിയാക്കും. മുരാരി ബാബുവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. ചെന്നൈയിലെ രൊബ്ദം ജുവലറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണവും ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് ഭൂമി ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തി. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചാണോ എന്ന് SIT അന്വേഷിക്കുന്നു. കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷമാകും കേസിലെ മറ്റ് പ്രതികളെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുക. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുമ്പോൾ ദേവസ്വം ബോർഡിലെ ഏതൊക്കെ അംഗങ്ങളും ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നുവെന്ന വിവരം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.